സുഡാനിൽ നടക്കുന്ന കൂട്ടക്കുരുതി എന്ന് പറഞ്ഞാൽ ഹൃദയമില്ലാത്ത കൂട്ടക്കുരുതിയാണ് നടക്കുന്നത്. മൃഗങ്ങൾ പോലും കാണിക്കാത്തതായിരിക്കുന്നതായ മൃഗീയതയാണ് അവിടെ നടക്കുന്നത്. അവിടെ ക്രൈസ്തവരും കൊല്ലപ്പെടുന്നുണ്ട്. ഗാസയിലെ കുട്ടികളെക്കുറിച്ച് വിലപിച്ച് സംസാരിച്ച് അവരെക്കുറിച്ച് വലിയ വായിൽ സംസാരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ സുഡാനിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും സെലിബ്രിറ്റി പോസ്റ്റ് ഇടുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനോ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുവാനോ രംഗത്ത് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചിന്തിച്ചാൽ മതി. ജൂതൻ ഉൾപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും വാദിക്കാനും പറയാനും അവരുടെ പക്ഷം ചേരാനും ഒരുപാട് പേരുണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ജൂതനെ അവിടെ വില്ലനാക്കണം, ജൂതനെ വില്ലനാക്കിക്കൊണ്ട് ലോകത്തിന് മുമ്പിൽ എന്ത് ചെയ്യണം, അവനെ കരിവാരി തേക്കണം, അതിനു വേണ്ടിയിട്ടാണ് അത് ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ സുഡാനിൽ സംഭവിക്കുന്നത് നോക്കുക. സുഡാനിൽ എത്രയോ മനുഷ്യരെ എത്ര നീചമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ എത്ര മൃഗീയമായിട്ടാണ് കൊന്നൊടുക്കുന്നത്. വളരെ ഭീകരമാണ് സുഡാനിൽ നടക്കുന്നതായിരിക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞു. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, അതിനെക്കുറിച്ച് അത് ഹോട്ട് ന്യൂസ് ഒന്നുമല്ല, അതിലെന്തില്ല, ജ്യൂസ് ഇല്ല, അതുകൊണ്ട് അതെന്തല്ല, അതൊരു ഹോട്ട് ന്യൂസ് അല്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വാദിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ ആൾക്കാർക്ക് നേരമില്ല, സെലിബ്രിറ്റികൾക്ക് നേരമില്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് മാറ്റുന്നു അന്ന് ഈ ലോകം നന്നാവും എന്നുള്ളത്.